നമസ്കാരം. ചില സ്വപ്നങ്ങൾക്ക് ജീവിതവുമായി വളരെയധികം ബന്ധമുണ്ട്. സ്വപ്നം കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ചില സ്വപ്നങ്ങൾക്ക് ആഴത്തിലുള്ള അർത്ഥമാണുള്ളത്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ് ചില സ്വപ്നങ്ങൾ മൂലം അർത്ഥമാക്കുന്നത്. ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സന്തോഷവും സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരും. പൊതുവെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ പലരും മറന്നു പോവാറാണുള്ളത്. എന്നാൽ ചില സ്വപ്നങ്ങൾ എത്ര സമയം പിന്നിട്ടാലും മറക്കാതെ നിൽക്കും. സമ്പത്തും സമൃദ്ധിയും ധനവുമെല്ലാം കൊണ്ടുവരുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ക്ഷേത്രത്തിലെ മണിയുടെ ശബ്ദം. ക്ഷേത്രത്തിലെ മണിയുടെ ശബ്ദം കേൾക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായ അടയാളമായാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, സ്വപ്നത്തിലെങ്കിലും ഈ ശബ്ദം നെഗറ്റീവ് ഊർജങ്ങളെ അകറ്റി നിങ്ങളുടെ മനസ്സിൽ സമാധാനവും ശാന്തതയും കൊണ്ടുവരും. ഇപ്രകാരം സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം ശംഖിൻ്റെ ശബ്ദം കേൾക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ പലതും സംഭവിക്കുന്നതിൻ്റെ സൂചനയാണ്. ആനയെ കാണുന്നത്. ക്ഷേത്രത്തിൽ ആനയെ കാണുന്നതും ഇവയ്ക്ക് ഭക്ഷണം നൽകി അനുഗ്രഹം വാങ്ങുന്നതുമാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ഇത് വളരെയധികം ശുഭകരമാണ്. പ്രത്യേകിച്ച് ആനകളെ സ്വപ്നം കാണുന്നത് മംഗളകരമായ ഒരു അടയാളമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം വളരെയധികം മികച്ചതായി കാണുന്നു. ശിവലിംഗം കാണുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ ശിവലിംഗമാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. സ്വപ്നശാസ്ത്രപ്രകാരം ശിവലിംഗ ദർശനവും ശിവലിംഗത്തെ പൂജിക്കുന്നതുമായി കാണുന്ന സ്വപ്നങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും എന്നതാണ് അർത്ഥമാക്കുന്നത്. പഴങ്ങൾ കാണുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിൽ പഴങ്ങളാണ് കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ധനം, സമൃദ്ധി, സമ്പത്ത് എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണ്. ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു എന്നും ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നു. ഗോമാതാവിനെ സ്വപ്നം കാണുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിൽ ഗോമാതാവിനെ കാണുകയും നിങ്ങൾ ഗോമാതാവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ദേവഗണങ്ങളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുമെന്നും പ്രതിബന്ധങ്ങളെല്ലാം തന്നെ നീക്കി നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമെന്നും ഈ സ്വപ്നത്തിലൂടെ സൂചന നൽകുകയാണ്. പശു വീട്ടിലെത്തുന്നത്. നിങ്ങളുടെ വീടിൻ്റെ പടിവാതിലിൽ പശു നിൽക്കുന്നതായാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇത് വളരെയധികം ശുഭകരമായി കണക്കാക്കുന്നു. നിങ്ങളുടെ വീടിന് ദൈവത്തിൻ്റെ കരുതലുണ്ട് എന്നും ദേവതകളുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട് എന്നും നിങ്ങളുടെ കുടുംബത്തിൽ സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുകയാണെന്നുമാണ് ഈ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദുർഗാദേവിയെ സ്വപ്നം കാണുന്നത്. സ്വപ്നശാസ്ത്രപ്രകാരം നിങ്ങൾ ദുർഗാദേവിയെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നു എന്നതാണ്. കൂടാതെ ദേവതകളെ സ്വപ്നം കാണുന്നത് വഴി സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നു എന്നും ധനപരമായി വലിയ ലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുമാണ്.